ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ നോട്ടിഫിക്കേഷൻ ഇൻ KSEB വിജ്ഞാപനം ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു വിജ്ഞാപനത്തിന് വളരെയധികം പ്രത്യേകതകളാണുള്ളത്. കാരണം 15 വർഷത്തിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി ഒരു വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 26,500 രൂപ മുതൽ 56,800 രൂപ വരെയാണ് പ്രതീക്ഷിക്കാവുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഈ ഒരു പോസ്റ്റിലും സാധാരണ എക്സാമുകളെ പോലെ പബ്ലിക് എക്സാമുകളെ പോലെ തന്നെ ഇവിടെയും ഇത്തരത്തിലുള്ള ഏജ് റിലാക്സേഷൻസ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷനിലും മുൻവർഷത്തെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു SLC യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾക്ക് 2 ഇയർ നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ, ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വരേണ്ടത്. ഇതോടൊപ്പം കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 157.48 സെന്റിമീറ്റർ, അതായത് 5.2 ഫീറ്റ് ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മിനിമം 144.78 സെന്റിമീറ്റർ, അതായത് 4.9 ഫീറ്റ് ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നോർമൽ വിഷനും ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ്സോ അതുപോലുള്ള മറ്റ് പ്രോബ്ലങ്ങളോ ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതും ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് റിട്ടേൺ ടെസ്റ്റ്, OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ടെസ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, 100 മാർക്കിനായിരിക്കും ആ ഒരു OMR എക്സാം നടക്കുന്നത്. അതിനുശേഷം സാധാരണ പോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ വെരിഫിക്കേഷനും, ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ വെരിഫിക്കേഷനും ഉണ്ട്. അതോടൊപ്പം 9 മീറ്റർ പോൾ ക്ലൈംബിംഗ് ടെസ്റ്റ് ഇൻ 8 മിനിറ്റ്, 8 മിനിറ്റ് കൊണ്ട് 9 മീറ്റർ പോൾ ക്ലൈംബിംഗ് ടെസ്റ്റും ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിന് നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യവും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ്, ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ്സിന്റെ എണ്ണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഓക്കെ, തിരുവനന്തപുരത്ത് 450 അപ്പോയിന്റ്മെന്റുകളാണ് നടന്നിട്ടുള്ളത്, അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത്. കൊല്ലത്ത് 132, പത്തനംതിട്ടയിൽ 141, ആലപ്പുഴയിൽ 276, കോട്ടയത്ത് 172, ഇടുക്കിയിൽ 148, എറണാകുളത്ത് 263. ഇങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ അഡ്വൈസുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത്. ഇനി തൃശ്ശൂര് 514 അഡ്വൈസുകൾ വന്നിട്ടുണ്ട്. പാലക്കാട് 449 അഡ്വൈസുകൾ വന്നിട്ടുണ്ട്. മലപ്പുറത്ത് 384, കോഴിക്കോട് 463, വയനാട് 91, കണ്ണൂര് 412, കാസർഗോഡ് 125. അങ്ങനെ ആകെ 4020 അഡ്വൈസുകളാണ് ലാസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഇതിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സിലബസ്, അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 100 മാർക്കിനുള്ള OMR ടെസ്റ്റ് ആണ് നമുക്കുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ആദ്യത്തെ ഭാഗം ബേസിക് ഇലക്ട്രിസിറ്റി ആണ്, 10 മാർക്കിന്റെ ചോദ്യം. ഓംസ് ലോയിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മാഗ്നറ്റിസത്തിൽ നിന്നും 10 മാർക്ക്. AC കറണ്ട് ആൻഡ് എർത്തിങ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടും എർത്തിങ്ങും 10 മാർക്കിന്റെ ചോദ്യം. DC മെഷീൻസ്, അതുപോലെ AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ, പവർ ട്രാൻസ്മിഷൻ, ഈ പവറിന്റെ ട്രാൻസ്മിഷൻ. ഇങ്ങനെ 10 മോഡ്യൂളുകളിൽ നിന്നായിട്ട് ആകെ
ഓരോ മോഡ്യൂളിനും 10 മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിലബസിന്റെ ഓവർവ്യൂ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ ഇൻ KCB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് തയ്യാറെടുക്കാൻ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് TechPSCയുടെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ ഈ ലൈവുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഓൺ ടൈം ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് സെഷൻസും TechPSCയുടെ ഒഫീഷ്യൽ ആപ്പുകൾ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഫുൾ സിലബസ് ബേസ്ഡ് ആണ് എൻറ്റയർ സിലബസിന്റെയും ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോമാറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അഥവാ ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കാണാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി അഥവാ അങ്ങനെ വരുമ്പോൾ ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യും എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മോഡൽ എക്സാമുകൾ, ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാനുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ് സീരീസും ഈ ഒരു കോഴ്സിലൂടെ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. എക്സാം തീയതി എന്നാണോ ആ തീയതി വരെയും ഈ കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ളതും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.